നമസ്കാരം. പാഠശാലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇക്കഴിഞ്ഞ SSLC ഫിസിക്സ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സിൻ്റെ ഒരു അവലോകനമാണ്. ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എല്ലാവരും പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് കിടക്കാം. അപ്പോൾ ഫിസിക്സ് പരീക്ഷയിൽ മൊത്തം 20 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. താരതമ്യേന എളുപ്പമായിരുന്നു എന്നാൽ ട്രിക്കി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി നോക്കാം, അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കി നോക്കാം. ഇനി വരും വർഷ വിദ്യാർത്ഥികൾക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺവെക്സ് മിറർ ഈസ് 24 cm. വാട്ട് ഈസ് എ ഫോക്കൽ ലെങ്ത്? അതായത് ഒരു മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്, 24 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഏത് മിററിൻ്റെ ഇപ്പോൾ സപ്പോസ് ഏത് മിറർ, നമുക്ക് തൽക്കാലം കോൺകേവ് മിറർ വരയ്ക്കാം. ചോദ്യത്തിൽ ക്വസ്റ്റ്യനിൽ കോൺവെക്സ് മിറർ ആണെങ്കിലും അതിൻ്റെ ഇത് P ആണെങ്കിൽ ഫോക്കസ് നമുക്കറിയാം ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഫോക്കസിൽ കൂടെയാണ് പോവുക. അപ്പോൾ ഇത് ഫോക്കസ് ആണെങ്കിൽ ഇതിനൊരു ഇമാജിൻ സർക്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററാണ് നമ്മുടെ സെൻറ്റർ ഓഫ് കർവേച്ചർ. അതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്, അത് 24 cm ആണ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇത് F ആണെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചർ 2F ആയിരിക്കും. അതായത് 2F ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര? 24 cm തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ F എന്തായിരിക്കും? 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അത്രയാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ AB ഈസ് ഗിവൺ ഇൻ ദ ഫിഗർ. ബേസ്ഡ് ഓൺ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ത്രൂ ദ കണ്ടക്ടർ. അതായത് ചിത്രത്തിൽ AB എന്ന് പറഞ്ഞൊരു കണ്ടക്ടർ തന്നിരിക്കുന്നുണ്ട്. അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാക്സ്വെല്ലിൻ്റെ റൂൾ ഉപയോഗിച്ച് കറണ്ട് ക്യാരിയിങ് മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ച് കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അറിയാം, അല്ലെങ്കിൽ സ്ക്രൂ റൂൾ അറിയാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ഇതാണ് കണ്ടക്ടർ. അപ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, പ്രദക്ഷിണ ദിശയിൽ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തമ്പിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും കറണ്ട് കാണിക്കുക. അപ്പോൾ ചിത്രത്തിലെ പ്രകാരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ത് പറയാം? എയിൽ നിന്ന് ബിയിലേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ എ ഭാഗം ഉണ്ടാവുക, ഇവിടെയാണ് ബി ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കാണ് നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എയിൽ നിന്ന് ബിയിലേക്കാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഗർ റെപ്രസെൻറ്റ് ദ ക്രിട്ടിക്കൽ ആംഗിൾ? തന്നിരിക്കുന്ന ഫിഗറിൽ ഏതാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന്, അപവർത്തനാങ്കം കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, പ്രകാശം കടക്കുകയാണെങ്കിൽ അത് നോർമലിൽ നിന്ന് അകന്നു പോകും. ഒരു പ്രത്യേക ആംഗിളിലാണെങ്കിൽ അത് ആ സർഫേസിൽ കൂടെ കടന്നു പോകും. ആ ആംഗിളിനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയുക? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയാം. അപ്പോൾ ചിത്രത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഫിഗർ ബിയിലാണ് എന്ത് ചെയ്യുന്നത്? ആ ആംഗിൾ പ്രകാശം കടത്തി വിടുമ്പോൾ അത് സർഫേസിൽ കൂടെ പോകുന്നു. അപ്പോൾ അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ആൻസർ എന്താ? ബി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ അത്രയാണത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ: ദ ഓർഡർ ഓഫ് വേരിയസ് കളേഴ്സ് ഒബ്സർവ്ഡ് ഇൻ ദ സ്പെക്ട്രം ഓഫ് സൺലൈറ്റ് ഈസ് ഗിവൺ ബിലോ. ചൂസ് ദ കറക്റ്റ് ഓർഡർ. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ കുറച്ച് കളേഴ്സിൻ്റെ ഓർഡർ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓർഡർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്കറിയാം കറക്റ്റ് ഓർഡർ എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വിബ്ജിയോർ എന്ന് പഠിച്ചിട്ടുണ്ടാവും, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഈ ഓർഡറിൽ വരുന്ന ഏതാണോ അത് ടിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ ബ്ലൂ, വയലറ്റ്, ഗ്രീൻ, റെഡ് എന്നാണ് തന്നിട്ടുള്ളത്. ബ്ലൂ കഴിഞ്ഞിട്ടാണ് വയലറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓർഡർ തെറ്റാണ്. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ വയലറ്റ്, ബ്ലൂ, യെല്ലോ, റെഡ് അങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ എന്താ? വയലറ്റ് ആദ്യം തന്നു, പിന്നെ ബ്ലൂ തന്നു, യെല്ലോ തന്നു, റെഡ് തന്നു. സംഭവം ഓർഡറിൽ തന്നെയാണ്. അപ്പോൾ ബി എന്നുള്ള ഓപ്ഷൻ ശരിയാണ്. ഇനി നിങ്ങൾ സിയും ഡി ഓപ്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇത് മിക്സഡ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: റൈറ്റ് എനി 2 products obtained while coal is distilled in the absence of air. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് കോൾ ടാർ അല്ലെങ്കിൽ അമോണിയ, കോക്ക് ഒക്കെ നമുക്ക് കിട്ടും. അതിലേതെങ്കിലും 2 പ്രൊഡക്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ:
ആറാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാം. ടേബിളാണ്. The following table is prepared for comparing the properties of resistance in different combination. Rearrange the contents in each column to match them properly. അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ നോക്കിയാൽ അറിയാം, രണ്ട് കണക്ഷൻസ് തന്നിട്ടുണ്ട്. സീരീസ് കണക്ഷൻ തന്നിട്ടുണ്ട്, പാരലൽ കണക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസാണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുകയോ കുറയോ, അതുപോലെ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ കൂടുകയോ കുറയോ, അതുപോലെ ഓരോ റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് കൂടുതലാണോ കുറവാണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് സെയിം ആയിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം സീരീസ് കണക്ഷനിൽ സെയിം കറണ്ട് ആയിരിക്കും പോവുക. ഇപ്പോൾ ഒരു ബാറ്ററിയോട് വെച്ചിട്ടുണ്ടെന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരേ കറണ്ട് തന്നെയാണ് എല്ലാത്തിൽ കൂടെ കടന്നു പോവുക. അപ്പോൾ നമുക്കറിയാം വോൾട്ടേജ് എങ്ങനെയാണ് ഉണ്ടാവുക? ഈ റെസിസ്റ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോണ കറണ്ട് ഇൻറ്റു ആ റെസിസ്റ്ററാണ്. അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും, ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. കറണ്ട് സെയിം ആണെങ്കിൽ റെസിസ്റ്റർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ഇവിടെ ഉണ്ടാവുന്ന വോൾട്ടേജും ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് കേട്ടോ സീരീസ് കണക്ഷൻ്റെ കാര്യം. ഇനി പാരലൽ കണക്ഷൻ ആണെങ്കിൽ നമ്മളിങ്ങനെ ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടെ പോണ കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും, ഇതിൽ കൂടെ പോണ കറണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ വോൾട്ടേജ് എന്താണ്? രണ്ടിൻ്റെയും അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്. ഈ ബാറ്ററിയുടെ വോൾട്ടേജ് തന്നെയായിരിക്കും രണ്ട് റെസിസ്റ്ററിൻ്റെ അക്രോസ് വരിക. അപ്പോൾ ഇവിടെ വോൾട്ടേജ് സെയിം ആണ്, കറണ്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കിനി ടേബിൾ നോക്കാം. അപ്പോൾ പാരലൽ ആദ്യം സീരീസ് കണക്ഷനിൽ 3 ohm 2 ohm റെസിസ്റ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസിന് എന്താ സംഭവിക്കാം? സീരീസ് കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? R1 + R2 അല്ലേ വരിക? R1 + R2 ആണ് വരിക. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇനി പാരലൽ കണക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇപ്പോൾ ഇതൊരു 4 ആണെന്ന് വിചാരിക്കുക. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര വരിക? 4 × 4 ÷ 4 + 4 എന്നാണ് വരിക. അപ്പോൾ എത്ര വന്നു? 16/8 2 എന്ന് വന്നു. 2 ohm എന്ന് വന്നു. 16/8 നമുക്ക് 2 ohm എന്ന് കിട്ടി ആണല്ലോ. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യണത്. ഇവിടെ ആണെങ്കിൽ 4 ആണെങ്കിൽ അത് 8 ohm ആയിട്ട് കിട്ടും. അപ്പോൾ പാരലൽ കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയും, മറ്റേതിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ആദ്യത്തേതിൽ ഇൻക്രീസസ് എന്നാണ് ഓപ്ഷൻ വരിക, രണ്ടാമത്തേത് ഡിക്രീസസ് എന്ന് വരും. അതുപോലെ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ്. സീരീസ് കണക്ഷനിൽ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, ഇവിടെ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അതിൽ അവസാനത്തെ കോളം കറണ്ട് ത്രൂ ദ റെസിസ്റ്റൻസ് ആണ്. ഓരോ റെസിസ്റ്റൻസിൽ കൂടെ പ്രതിരോധത്തിലുള്ള കറണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. അത് സെയിം ആയിരിക്കും. ഇവിടെ കറണ്ട് സെയിം ആയിരിക്കും, ഇവിടെ ഇത് കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ തന്നിട്ടുള്ളത് ഓപ്ഷൻസ് ശരി തന്നെയാണ്, അത് മാറ്റമൊന്നുമില്ല. ഞാൻ ഇവിടെ ഒന്ന് എഴുതാം. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ് വരിക. എഫക്റ്റീവ് റെസിസ്റ്റൻസ്, വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ, കറണ്ട് ത്രൂ ദ ഈച്ച് റെസിസ്റ്റർ. അപ്പോൾ ഇങ്ങനെയാണ് ആൻസർ വരിക. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റൈറ്റ് എനി 2 മെത്തേഡ് ടു പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ് ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. മാറ്റുക, തുറന്ന സ്ഥലത്ത് എടുത്തുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അത് ഇലക്ട്രിക് ഷോക്കിൻ്റെ കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നേ ഉള്ളൂ.
അത് നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ, എല്ലാവർക്കും എഴുതാനും പറ്റും പഠിച്ചില്ലെങ്കിലും. നമുക്കിനി അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ, എ കണ്ടക്ടർ എ ബി ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, എ ക്വസ്റ്റ്യനും ഉണ്ട് ബി ക്വസ്റ്റ്യനും ഉണ്ട്. അതിൽ എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ മൂവിങ് ദ കണ്ടക്ടർ ഔട്ട്വേർഡ്സ് ദെൻ വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ കണ്ടക്ടർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒത്തിരി ട്രിക്കിയാണ്. നമ്മൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടാവുക, എവിടെയാണ് കണ്ടിട്ടുണ്ടാവുക, അതായത് ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ മിക്കവാറും ഈ ഫിഗർ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അത് വെച്ച് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ പ്രയോഗിക്കേണ്ടത്, കാരണം ഇവിടെ ബലമാണ്, ഫോഴ്സാണ് കൊടുക്കണം, നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ നമ്മൾ ഉപയോഗിക്കണം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫോഴ്സ് ഔട്ട്വേർഡാണ് തന്നിട്ടുണ്ട്, അതായത് ഉള്ളിലേക്കായിരിക്കും. അതായത് തമ്പാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും. അപ്പോൾ ആൻസർ എന്താ? എ പാർട്ടിൻ്റെ ആൻസർ ബിയിൽ നിന്ന് എയിലേക്കായിരിക്കും കറണ്ട്. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് ആൻ ഇലക്ട്രിക് കറണ്ട് പാസസ് ഫ്രം എ ടു ബി ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ ദ കണ്ടക്ടർ വിൽ മൂവ്. ഇവിടെ നേരെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താ, നമുക്ക് ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ മോട്ടോർ പ്രിൻസിപ്പിളാണ് പഠിച്ചിട്ടുള്ളത്. ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഡയറക്ഷൻ പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഡയറക്ഷൻ? കറണ്ടിൻ്റെ ഡയറക്ഷൻ എ ടു ബി ആണെന്ന് തന്നിട്ടുണ്ട്, അതായത് നമ്മുടെ മിഡിൽ ഫിംഗർ കറണ്ടിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് തമ്പാണ് കാണിക്കുക, അപ്പോൾ തമ്പിൻ്റെ ഡയറക്ഷൻ കിട്ടുക ഔട്ട്വേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടുക പുറത്തേക്കാണ് ഫോഴ്സ് കിട്ടുക. അപ്പോൾ ആൻസർ ബിയുടെ ആൻസർ ഔട്ട്വേർഡ്സ് ദ മാഗ്നറ്റ് ആണ് ആൻസർ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഫിഗർ തന്നിട്ടുണ്ട്, ജനറേറ്ററിൻ്റെ ഫിഗറാണ് തന്നിരിക്കുന്നത്. ജനറേറ്ററിൻ്റെ ഫിഗറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എ പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ നെയിം ഓഫ് ദ പാർട്സ് ലേബിൾ ആസ് എ ആൻഡ് ബി. അപ്പോൾ ചിത്രത്തിൽ എ എന്നുള്ള പാർട്ട് ആർമേച്ചറാണ്, അതുപോലെ ബി എന്നുള്ള പാർട്ട് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററാണ്. അപ്പോൾ എ എന്താണ്? ആർമേച്ചർ, ബി സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ബി ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ ചേഞ്ചസ് ടു ബി മെയ്ഡ് സോ ആസ് ടു കൺവേർട്ട് ദിസ് ഡിവൈസ് ഇൻ ടു ആൻ എ സി എൻ ജനറേറ്റർ. ഒന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡി സി ജനറേറ്റർ എ സി ജനറേറ്റർ തമ്മിലുള്ള വ്യത്യാസം, ആ സ്പ്ലിറ്റ് റിങ്ങിന് പകരം എന്ത് വയ്ക്കുക? സ്ലിപ്പ് റിംഗ് കമ്മ്യൂട്ടേറ്റർ വെച്ചാൽ മതി, അപ്പോൾ അത് എ സി ജനറേറ്റർ ആവും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ, ബി പാർട്ടിൻ്റെ ആൻസർ. ഇനി അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റീസൺ ഫോർ ടിംഗ്ലിംഗ് ഓഫ് സ്റ്റാർസ് ഇൻ ദ സ്കൈ. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ടിംഗ്ലിങ് പഠിച്ചിട്ടുള്ള ടെക്സ്റ്റിലുള്ള ടോപ്പിക് തന്നെയാണ്. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർസിൽ നിന്നുള്ള ലൈറ്റ് വരുന്നത് കുറേ ദൂരം താണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സോൺസ് ഉണ്ടാവും. ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ സോൺസ് ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ എന്തുണ്ടാവും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യാസമായിരിക്കും. അതായത് അപവർത്തനാങ്കം ഓരോ പാർട്ടിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ ലെയറിലേക്ക് കടക്കുമ്പോഴും അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? ഇങ്ങനെ കുറേ ദൂരം കടന്ന് റിഫ്രാക്ഷനൊക്കെ കടന്ന് വരുമ്പോൾ നമുക്ക് തോന്നും ആ സ്റ്റാർ വേറൊരു പൊസിഷനിലാണ് ഉള്ളതെന്ന് തോന്നും. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കത് ട്വിങ്കിളിങ് ഫീലിംഗ്, അതായത് തിളങ്ങുന്നൊരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം, സെക്ഷൻ സി. അതിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു സ്പെസിഫിക്കേഷൻ ഓഫ് 2 ഇലക്ട്രിക്കൽ ഹീറ്റേഴ്സ് ആർ ഗിവൺ ബിലോ. ആ സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഹീറ്റർ എയുടെ റെസിസ്റ്റൻസ് 690 ഓം ആണ്, വർക്കിംഗ് വോൾട്ടേജ് 230 വോൾട്ടാണ്. അതുപോലെ ഹീറ്റർ ബിയുടെ തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് 460 ഓമും അതുപോലെ വർക്കിംഗ് വോൾട്ടേജ് 230 വോൾട്ടുമാണ്. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഹീറ്റർ റിക്വയർ എ ഫ്യൂസ് ഓഫ് ഹയർ ആംബിയറേജ്. ഒന്നുമില്ല, നമുക്ക് കറണ്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒന്നിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുതലാണ്, ഒന്നിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറവാണ്. അപ്പോൾ കറണ്ട് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് ഹീറ്റർ എയുടെ എഴുതുകയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? I = V/R ആണ്. അപ്പോൾ 230 / 690 ആണ്. അതുപോലെ ഹീറ്റർ ബിയുടെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? I = 230 / 460 എന്ന് എഴുതാം. അത്ര ആംബിയറാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് കണ്ട അടിയിലത്തെ വാല്യൂ വലുതാണ്, അപ്പോൾ ഇവിടെ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വാല്യൂ വലുതാണ്. അപ്പോൾ ഈ കറണ്ട് എന്തായിരിക്കും? ചെറുതായിരിക്കും.
അതായത് ഐ എ എന്നുള്ള കറണ്ട് ഐ ബിനെ സംബന്ധിച്ച് എന്താണ്, ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഏതിലായിരിക്കും കൂടുതൽ കറണ്ട് ഒഴുകുക? ഹീറ്റർ ബിയിലായിരിക്കും. അപ്പോൾ ഹീറ്റർ ബിയിലേക്കാണ് കൂടുതൽ ആംബിയറേജ് ഉള്ള ഫ്യൂസ് വേണ്ടത്. അപ്പോൾ എയുടെ ഉത്തരം ഹീറ്റർ ബി ആണ്. ഇനി അതിൽ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, വിച്ച് ഓഫ് ദ ഹീറ്റർ ജനറേറ്റ് മോർ ഹീറ്റ് വെൻ ദേ വർക്ക് ഫോർ 5 minutes അണ്ടർ ദ സെയിം വോൾട്ടേജ് റേറ്റിംഗ്, എക്സ്പ്ലെയിൻ ദ റീസൺ. അതാണ് ബി ക്വസ്റ്റ്യൻ. അപ്പോൾ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കണമെങ്കിൽ ഒരു ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അത് കുറച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കണം. അതായത് ഏതിലാണ് കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എച്ച് എന്താണെന്നറിയാം, നമുക്ക് I² RT ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ I = അല്ലെങ്കിൽ നമുക്ക് H = V²/R × T ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ 230² / 690 ടൈം 5 മിനിറ്റ് തന്നിട്ടുണ്ട് × 60. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് എനർജി കിട്ടും. ആ ഹീറ്റ് എനർജി എത്രയാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 60 5 മിനിറ്റ് ആണെന്നുള്ളതിനെ സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടുക 23,000 ജൂളാണ് കിട്ടുക. അതുപോലെ ഹീറ്റർ ബിയുടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് H = I² RT കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ V²/RT ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 230 × 230 × 5 × 60 / 460. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ നമുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മുമ്പ്, അതൊന്ന് നോക്കി പറയാം. 34,500 ജൂളാണ് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇത് കുറച്ച് ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യണത്, ഇത് ഇത്രയും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഏതാണ് ക്വസ്റ്റ്യനിൽ നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഹീറ്റർ ബി ആണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ. നമുക്ക് വേറൊരു തരത്തിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു, ഇതിലുള്ള കറണ്ട് ഐ ബി എന്നുള്ള കറണ്ട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കറണ്ടിൻ്റെ സ്ക്വയറിലാണ് നമ്മുടെ ഹീറ്റിൻ്റെ റിലേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെയും പറയാം, അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ, 2 rays of light OA and OB are coming from an object O is falling obliquely on the surface of a plane mirror as shown. എന്നിട്ട് എ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ എ റേ ഡയഗ്രാം ഇൻഡിക്കേറ്റിംഗ് ദ ഇമേജ് ഫോർമേഷൻ. നിങ്ങൾ ടെക്സ്റ്റിലുള്ള സെയിം ഇമേജ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമേജ് നോക്കി കഴിഞ്ഞാൽ അറിയാം, അവിടെ OA എന്ന് അത് റിഫ്ലക്റ്റ് ചെയ്ത് ഒരു ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അത് ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയാണ്? മിററിൻ്റെ പിന്നിലാണ്. അപ്പോൾ മിററിൻ്റെ പിന്നിൽ ഫോം ചെയ്തു. അപ്പോൾ ഇമേജ് മനസ്സിലായില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്, റൈറ്റ് എനി 2 properties ഓഫ് ദ ഇമേജ് ഫോംഡ് ഇൻ ദിസ് കേസ്. നിങ്ങൾക്ക് ആ ഇമേജ് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇമേജ് നിവർന്നൊരു ഇമേജാണ് കിട്ടുക നമുക്ക്. അതുപോലെ തന്നെ മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരവും അതുപോലെ മിററിൽ നിന്ന് ഒബ്ജക്റ്റിലുള്ള ദൂരം സെയിം ആയിരിക്കും. അതുകൂടാതെ നമുക്ക് പറയാം വിർച്വൽ ഇമേജ് ആണെന്ന് പറയാം. കാരണം മിററിൻ്റെ പിന്നിലാണ് കിട്ടുന്നത്, നമുക്കൊരു തോന്നലാണ് അവിടെ ഒരു ഇമേജ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ വിർച്വൽ ഇമേജാണ്, ഇറക്റ്റായിട്ടുള്ള നിവർന്നിട്ടുള്ള ഇമേജാണ്. അപ്പോൾ ഏതെങ്കിലും 2 പ്രോപ്പർട്ടി എഴുതിയാൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ റേ ഓഫ് ലൈറ്റ് ഫോളിങ് ഒബ്ലിക്വലി ഫ്രം എയർ ടു ഗ്ലാസ് സ്ലാബ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു പി എന്നുള്ള പോയിന്റിൽ നിന്ന് റേ വരുന്നുണ്ട്, 30 ഡിഗ്രി കാണിച്ചിട്ടുണ്ട്. അത് ഒരു ഗ്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. അതാണ് തന്നിട്ടുള്ള ഫിഗർ. അതിൻ്റെ ആംഗിൾ അവിടെ 33 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ. ഇതിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നോർമലും അതുപോലെ ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പതന കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പതന കോൺ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിഫ്രാക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ആംഗിൾ, നോർമലായിട്ടുള്ള ആംഗിളാണിത്. അത് നമുക്ക് R എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എയുടെ ആൻസർ
ഈ ആംഗിളാണ് നമ്മുടെ ഇൻസിഡൻറ്റ് ആംഗിൾ. അപ്പോൾ എത്രയായിരിക്കും? ഇത് മൊത്തം 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 മൈനസ് 30 എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ. അപ്പോൾ ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതനകോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 60 ഡിഗ്രി ആയിരിക്കും. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ, വൈ ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഇൻ ദിസ് കേസ്. അപ്പോൾ നമുക്കറിയാം റിഫ്രാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് കൂടിയ മീഡിയത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രകാശത്തിന് എന്ത് സംഭവിക്കും? അത് നോർമലിൻ്റെ അടുത്തേക്ക് ചെരിയും. അതറിയാലോ. അതുകൊണ്ടാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അപവർത്തനം സംഭവിച്ചതിന് ശേഷമുള്ള ആംഗിൾ കുറയാൻ കാരണം. അതായത് അപവർത്തനം സംഭവിച്ചു കഴിഞ്ഞാൽ ആ അപവർത്തനം സംഭവിച്ച രശ്മി എന്ത് ചെയ്യും? ലംബത്തിന് അടുത്തേക്ക് ചെരിയും. അതുകൊണ്ടാണ് ആ ആംഗിൾ കുറഞ്ഞത്. ഓക്കെ, അതാണ് ബിയുടെ ആൻസർ. ഇനി സി ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓൺ ദിസ് സ്ലാബ്? കാൽക്കുലേഷൻ നോട്ട് റിക്വയർഡ് എന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം സ്നെൽസ് ലോ അറിയാം. സ്നെൽസ് ലോ വെച്ച് നിങ്ങൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം സ്നെൽസ് ലോ വെച്ചിട്ട് സൈൻ ഐ ഡിവൈഡ് ബൈ സൈൻ ആർ ചെയ്താൽ മതി. അതായത് സൈൻ 60 ഡിവൈഡ് ബൈ സൈൻ 33 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, ദ പിക്ചർ റെപ്രസെൻറ്റ് എ മെത്തേഡ് ഓഫ് റെക്ടിഫിക്കേഷൻ ഓഫ് ഡിഫക്റ്റ് ഓഫ് എൻ ഐ യൂസിങ് എ ലെൻസ് സ്യൂട്ടബിൾ ഫോക്കൽ ലെങ്ത്. അതിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഒരു ഐക്ക് ഒരു ഡിഫക്റ്റ് ഉണ്ട്. ആ ഡിഫക്റ്റ് പരിഹരിക്കാൻ വേണ്ടി ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലെൻസ് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് തന്നിട്ടുള്ള ചിത്രം. ലെൻസ് നമുക്ക് കണ്ടറിയാം, അത് കോൺകേവ് ലെൻസാണ്. അപ്പോൾ നെയിം ദ ഡിസോർഡർ ഓഫ് ദ ഐ. അപ്പോൾ കോൺകേവ് ലെൻസ് വെച്ച് പരിഹരിക്കുന്ന ഡിസോർഡർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ മയോപ്പിയാണ്, നിയർ സൈറ്റഡ്നെസ് എന്ന് പറയും. അപ്പോൾ എ ക്വസ്റ്റ്യൻ ആൻസർ മയോപ്പിയ. ബിയുടെ ക്വസ്റ്റ്യൻ, ഗിവ് 2 റീസൺസ് ഫോർ ദിസ് ഡിഫക്റ്റ്. ഈ ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള 2 കാരണങ്ങൾ പറയാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തെ കാരണം ഐബോൾ വലുതാവുക, ഇൻക്രീസിങ് ഓഫ് ഐബോൾ, അതാണ് അതിൻ്റെ വലിപ്പം കൂടുന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ ഐൻ്റെ പവർ കൂടുക, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് കുറയുക എന്നുള്ള രീതിയിലും പറയാം. അപ്പോൾ നമ്മുടെ റെറ്റിനയുടെ ഫ്രണ്ടിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ പ്രോബ്ലം. ഇനി മൂന്നാമത്തെ സി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കോൺകേവ് ലെൻസ് ഇൻ ദ റെക്ടിഫിക്കേഷൻ ഓഫ് ദിസ് ഡിഫക്റ്റ്. നമുക്കറിയാം കോൺകേവ് ലെൻസിൽ ഇമേജ് എങ്ങനെ ഫോം ചെയ്യുക? അതായത് റേ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലെൻസിൽ നിന്ന് ഡൈവേർജ് ചെയ്തിട്ടാണ് റേസ് പോവുക. അപ്പോൾ മയോപ്പിയനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുക? ഇത് ലെൻസിൽ നിന്ന് റേസ് ഡൈവേർജ് ചെയ്ത് പോകുമ്പോൾ അത് കറക്റ്റ് റെറ്റിനയിൽ തട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് മയോപ്പിയയ്ക്ക് കോൺകേവ് ലെൻസ് വെച്ച് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇമേജ് വന്നിട്ട് എന്ത് ചെയ്യും? നമുക്കറിയാം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തട്ടിയിട്ട് ഇത് ഡൈവേർജ് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ റെറ്റിനയിൽ കറക്റ്റ് ഇമേജ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ റെറ്റിനയുടെ മുന്നിലായിരുന്നല്ലോ ഇതുവരെ ഇമേജ് ഉണ്ടായിരുന്നത്, അത് കറക്റ്റ് റെറ്റിനയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ മാർക്കിംഗ് ഓൺ എ കുക്കിംഗ് ഗ്യാസ് സിലിണ്ടർ ദാറ്റ് ഹാസ് എ മെച്യൂരിറ്റി പീരിയഡ് അപ് ടു മാർച്ച് 2020? മാർച്ച് 2020 എക്സ്പയർ ആവുന്നൊരു സിലിണ്ടറിൽ എങ്ങനെയായിരിക്കും അത് മാർക്ക് ചെയ്തിരിക്കുക എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മാർച്ചാണ് തന്നിരിക്കുന്നത്, മാർച്ച് 2020. ജനുവരി തൊട്ട് മാർച്ച് വരെ നമ്മൾ എക്സ്പയറി ഡേറ്റിന് ആദ്യത്തെ ലെറ്റർ എ എന്നാണ് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ശരിക്ക് അവസാനത്തെ 2 ലെറ്ററാണ് വയ്ക്കുക. A20 എന്നാണ് വരിക ആൻസർ. എനിക്ക് തോന്നുന്നു A20 എന്നും A2020 എന്ന് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടേണ്ടതാണ്. ഇതാണ് സാധാരണ. കാരണം 2020 ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് സാധാരണ 2020 ഒപ്പം എപ്പോഴും 2020 മൊത്തം എഴുതും. അതുകൊണ്ട് ഇത് 2 എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടേണ്ടതാണ്. ഓക്കെ, അടുത്തത്, റൈറ്റ് എനി 2 പ്രിക്കോഷൻ ടു ബി ടേക്കൺ ടു അവോയ്ഡ് ആക്സിഡൻറ്റ് ഡ്യൂ ടു LPG ലീക്കേജ്. വളരെ എളുപ്പമുള്ള കാര്യമാണ്, നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അതിൻ്റെ നോബ് അടച്ചിട ഉപയോഗം കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ബർണറിൻ്റെ ഓണാക്കുന്നതിന് മുമ്പ് നോബ് ഓണാക്കിയതിന് ശേഷം മാത്രം അത് ഓണാക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇനി ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ജനൽ തുറന്നിടുക, അതുപോലെ തന്നെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറുക. കൂടുതൽ ലീക്കേജ് ഉണ്ടെങ്കിൽ ഫയർഫോഴ്സോ അങ്ങനെയുള്ള അതോറിറ്റികളെ അറിയിക്കാൻ ശ്രമിക്കുക. അതൊക്കെ നമുക്ക് എഴുതാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യൻ, 2 stages of experiment conducted with a solenoid
and a magnet is given below. In that, magnets shown in figure A and figure B are stationary magnet and moving magnet respectively. അതായത് എ എന്നുള്ള ഫിഗറിൽ മാഗ്നറ്റ് സ്റ്റേഷനറി ആണ്, അത് അവിടെ നിൽക്കുകയാണ്, അതിന് മൂവ്മെൻ്റ് ഒന്നുമില്ല. രണ്ടാമത്തെ മാഗ്നറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സ്റ്റേജ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട്സ്. നിങ്ങൾക്കറിയാം EMFൽ ചേഞ്ച് ഉണ്ടായാൽ മാത്രമാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ രണ്ടാമത്തേലാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്, അപ്പോഴാണ് EMFൽ അതായത് ഫ്ലെക്സ് ലിങ്കേജിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവിടെ EMF പ്രൊഡ്യൂസ് ചെയ്യും, അപ്പോൾ അവിടെ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ആൻസർ ഫിഗർ ബിയിലാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദിസ് ഡിഫ്ലക്ഷൻ ഇൻ ഗാൽവനോമീറ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ദാറ്റ് യു ഹാവ് ലേൺഡ്. അപ്പോൾ നമ്മളെങ്ങനെ പറയാം, നമ്മൾ പഠിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. എപ്പോഴെങ്കിലും ഒരു കണ്ടക്ടറുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ കണ്ടക്ടറിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പഠിച്ചത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഫിഗർ ബിയിലാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. അപ്പോൾ പ്രിൻസിപ്പിൾ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണം. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ്റെ ആൻസർ, റൈറ്റ് എനി 2 ഡിവൈസസ് ദാറ്റ് വർക്ക്സ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. നിങ്ങൾക്കറിയാം AC ജനറേറ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുള്ള വേറൊരു ഡിവൈസ് ഏതാ, മൂവിങ് കോയിൽ, മൈക്രോഫോൺ, ഇത് വെച്ചാണ് വർക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ട്രാൻസ്ഫോമേഴ്സും മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെങ്കിൽ കൂടിയും അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒരു പാർട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതും പറയാൻ പറ്റും. ഓക്കെ, ഇനി ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സയൻറ്റിഫിക് റീസൺ ബിഹൈൻഡ് ദ ഫിനോമിന ഗിവൻ ബിലോ. അത് താഴെ തന്നിരിക്കുന്ന ഫിനോമിനകളുടെ ബിഹൈൻഡുള്ള സയൻറ്റിഫിക് റീസൺ നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, അപ്പോൾ അതിന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എ ക്വസ്റ്റ്യൻ ഇതാണ്, ദ പാത്ത് ഓഫ് സൺലൈറ്റ് ഈസ് വിസിബിൾ ഇൻ എ മിസ്റ്റി മോർണിംഗ്. നിങ്ങൾക്ക് ടിൻഡാൽ എഫക്റ്റ് അറിയാം. ആൻസർ എന്താണ്, അതിൻ്റെ ടിൻഡാൽ എഫക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതായത് ഈ മോർണിംഗിൽ ചെറിയ പാർട്ടിക്കിളിൽ തട്ടിയിട്ട് പ്രകാശനം എന്ത് പറ്റും, വിസരണം സംഭവിക്കും, സ്കാറ്ററിങ് സംഭവിക്കും. അങ്ങനെയാണ് നമുക്ക് ആ പാർട്ടിക്കിളിനെ ഇലുമിനേറ്റ് ചെയ്ത് കാണും. അപ്പോൾ പ്രകാശത്തിൻ്റെ പാത്ത് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ടിൻഡാൽ എഫക്റ്റ്. അതിൻ്റെ ബിഹൈൻഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സ്കാറ്ററിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഇനി അടുത്തത്, ന്യൂട്ടൺസ് കളർ ഡിസ്ക് അപ്പിയേഴ്സ് വൈറ്റ് വെൻ റൊട്ടേറ്റഡ് ഫാസ്റ്റ്. അതിന് ആൻസർ നമുക്ക് എങ്ങനെ പറയാം, നമുക്കറിയാം നമ്മുടെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ വെച്ചിട്ട് പറയണം. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ 1/16 സെക്കൻഡാണ്. അപ്പോൾ 1/16 സെക്കൻഡിൽ നമ്മൾ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ 1/16 സെക്കൻഡ് നമ്മുടെ റെറ്റിനയിൽ തങ്ങി നിൽക്കും. ആ 1/16 സെക്കൻഡിനുള്ളിൽ അടുത്തൊരു കളർ കൂടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മിക്സ് ആയിട്ടാവും നമുക്ക് കാണാം. അപ്പോൾ ന്യൂട്ടൺസ് വീലിൽ ഈ കളേഴ്സൊക്കെ സ്പീഡിൽ കറങ്ങുമ്പോൾ എല്ലാ കളറിൻ്റെയും കൂടെ കോമ്പോസിറ്റ് ആയിട്ടുള്ളൊരു കളറായിരിക്കും നമുക്ക് നമ്മുടെ റെറ്റിനയിൽ കാണാം. അതെന്താണ്, എല്ലാ കളറിൻ്റെയും കൂടെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിബ്ജിയോറിൻ്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ റെഡ് ഗ്രീൻ ബ്ലൂവിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് വൈറ്റ് ലൈറ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത് ന്യൂട്ടൺ ഡിസ്കിൽ. അപ്പോൾ അവിടുത്തെ സംഭവം പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ വെച്ച് പറയണം. മൂന്നാമത്തെ, ദ റൈസിങ് ആൻഡ് സെറ്റിംഗ് ഓഫ് സൺ അപ്പിയേഴ്സ് റെഡ്. സൂര്യ അസ്തമയം ഉദയം എന്തായിട്ട് കാണും, ആ സമയത്ത് നമുക്ക് റെഡായിട്ടായിരിക്കും കാണാം. ആ സമയത്ത് അതിന് ചുറ്റുള്ള സ്കൈയും അതുപോലെ തന്നെയാണ് കാണാം. ആ ഭാഗം നമുക്ക് റെഡായിട്ട് കാണാം. അതിന് കാരണം എന്താണ്, അതായത് രാവിലെയും വൈകുന്നേരവും ഈ സൺലൈറ്റിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ലോ വേവ് ലെങ്ത് ആയിട്ടുള്ള വയലറ്റ് തുടങ്ങിയ കളറുകളൊക്കെ അവിടെ നിന്ന് തന്നെ സ്കാറ്റർ ചെയ്ത് പോവും. അതിന് വിസരണം സംഭവിച്ച് അത് പോവും. അപ്പോൾ ബാക്കി ഉള്ള റെഡിൻ്റെ വേവ് ലെങ്ത് എന്താ, തരംഗദൈർഘ്യം ഭയങ്കര കൂടുതലാണ്. അപ്പോൾ റെഡ് ലൈറ്റാണ് ആ സമയത്ത് ഭൂമിയിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് ആ സമയത്ത് ഒരു റെഡിഷ് ഓറഞ്ച് ആയിട്ടുള്ളൊരു കളറിൽ നമുക്ക് കാണുന്നത്. അതായത് തരംഗദൈർഘ്യം കൂടിയിട്ടുള്ള ഓറഞ്ചും റെഡും ആയിട്ടുള്ള ലൈറ്റുകളാണ് ഭൂമിയിലേക്ക് എത്തുക. അതുകൊണ്ടാണ് ആ കളറിൽ നമുക്ക് സണ്ണിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ. ഇനി എ പേഴ്സൺ ക്യാൻ സീ എ ഫാർ ഒബ്ജക്റ്റ് ആൻഡ് നിയർ ഒബ്ജക്റ്റ് ക്ലിയർലി. അത് നമ്മുടെ കണ്ണിൻ്റെ പ്രത്യേകതയാണ്. പവർ അഡോപ്ഷൻ എന്ന് പറഞ്ഞൊരു കഴിവാണ് നമ്മുടെ കണ്ണിൻ്റെ. അതായത് നമുക്ക് ഫാർ ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് നമ്മുടെ ലെൻസിനെ നമ്മുടെ മസിൽസ് കൺട്രോൾ ചെയ്യും. അതാണ് ഡി ക്വസ്റ്റ്യൻ, ഡിയുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ, 2 സർക്യൂട്ട് തന്നിട്ടുണ്ട്. അത് അനലൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സർക്യൂട്ടിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒന്നാമത്തെ സർക്യൂട്ടിൽ 2 100 ഓം റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ രണ്ടാമത്തെ ക്യൂ എന്ന് പറഞ്ഞ ഇമേജിൽ 2 100 ഓം റെസിസ്റ്റൻസ് 10 വോൾട്ടിന് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് 2 സൈഡിലാണുള്ളത്, അതുകൊണ്ട് പാരലാണ് സംഭവം. അത് നിങ്ങൾക്ക് മാറ്റി വരച്ച് വേണമെങ്കിൽ പാരൽ സർക്യൂട്ടായിട്ട് വരയ്ക്കാവുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ വിച്ച് സർക്യൂട്ട് ദ റെസിസ്റ്റേഴ്സ് ഗെറ്റ് സെയിം വോൾട്ടേജ്.
നമുക്കറിയാം പാരലൽ കണക്ഷനിലാണ് റെസിസ്റ്ററിന് അക്രോസ് സെയിം വോൾട്ടേജ് ഉണ്ടാവുക. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യന്, അതായത് വോൾട്ടേജ് സോഴ്സ് തന്നിട്ടുണ്ട്, ഇവിടെയാണ് റെസിസ്റ്റൻസ് തന്നിട്ടുള്ളത്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ളൊരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ മാറ്റി എങ്ങനെ വരയ്ക്കാം? ഇതിനൊന്ന് ചരിച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോമിലേക്കായി ഇവിടെ നിന്ന് ഒരു റെസിസ്റ്റർ പോകുന്നുണ്ട്, അത് പോയിട്ട് അവിടെ വരുന്നുണ്ട്, ഇതിൻ്റെ നെഗറ്റീവ് എൻഡിലേക്ക് വരുന്നുണ്ട്, ഇത് സ്വിച്ചിൻ്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് വേറൊരു റെസിസ്റ്റർ പോകുന്നുണ്ട്, അതായത് ഇവിടെ നിന്ന് തന്നെ പോകണേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, വേറൊരു റെസിസ്റ്റർ പോകുന്നുണ്ട്, അതും എവിടേക്ക് വരുന്നത്? ഈ എൻഡിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് പാരലൽ കണക്ഷനാണ്. രണ്ടും 100 ഓം റെസിസ്റ്ററാണ്, 100 ഓം റെസിസ്റ്ററാണ്. വോൾട്ടേജ് സോഴ്സ് 10 വോൾട്ടിൻ്റെയാണ് വോൾട്ടേജ്. മറ്റേത് തന്നിട്ടുള്ളത് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 100, അതുപോലെ തന്നെ 100 സീരീസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ വിച്ച് സർക്യൂട്ട് റെസിസ്റ്റേഴ്സ് ഗെറ്റ് എ സെയിം വോൾട്ടേജ്. നമുക്കറിയാം പാരലൽ കണക്ഷനിലാണ് വോൾട്ടേജ് സെയിം ആയിരിക്കും, അവിടെ കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. പാരലൽ കണക്ഷനിൽ അതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എന്താണ്? സെയിം ആയിരിക്കും. ഇവിടെയും എന്ത് കിട്ടും? 10 വോൾട്ട് തന്നെയാണ് കിട്ടുക. സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഫിഗർ ക്യൂവിലാണ് സെയിം വോൾട്ടേജ് കിട്ടുക റെസിസ്റ്ററിന് അക്രോസ്. ഇനി ബി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ R2 ഇൻ ദ സർക്യൂട്ട് P. അതായത് ഇതാണ് R2 എന്നുള്ള റെസിസ്റ്റൻസ്, ഇതാണ് R1 എന്നുള്ള റെസിസ്റ്റൻസ്, ഇതിന് അക്രോസുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഇതിന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു ഈ റെസിസ്റ്റൻസ് അല്ലേ. നമുക്കറിയാം V = I × R ആണെന്നറിയാം. അപ്പോൾ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താൽ മതി, നമുക്ക് ഇതിന് അക്രോസുള്ള വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെ ചെയ്യാം? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. നമുക്കിതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി കൂടെ, സീരീസാണ്, അതുകൊണ്ട് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. 100 + 100 200 ഓം എന്ന് എഴുതാം. അത് ഇക്വൽ റെസിസ്റ്റൻസ് ഇങ്ങനെയായിട്ട് എഴുതാൻ പറ്റും. സീരീസ് ആകുമ്പോൾ R1 + R2 ഇക്വൽ റെസിസ്റ്റൻസ് വരും. അപ്പോൾ 100 ഓം + 100 ഓം ആയിരിക്കും നമ്മുടെ ഇക്വൽ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാറ്റി വരയ്ക്കാം. അപ്പോൾ ഇതിലുള്ള കറണ്ട് എങ്ങനെയാണ് വരിക? കറണ്ട് = V/R ആണ്, അതായത് 10/200 ഓം ആണ് നമ്മുടെ ഇതിൽ കൂടെയുള്ള കറണ്ട് വരിക. ഈ കറണ്ടിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 10/200 എന്ന് കൊടുക്കാം. ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണ്? ഇതിനെ ക്രോസ് ഉള്ള കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 10/2 5 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ക്രോസുള്ള വോൾട്ടേജ് 5 വോൾട്ടാണ്. അപ്പോൾ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പറയാം ഇവിടെയുള്ള വോൾട്ടേജിൻ്റെ പകുതിയാണ് ഇവിടെ കിട്ടുകയെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ചെയ്യേണ്ട മെത്തേഡ് ഇങ്ങനെയാണ്, ആദ്യം I കണ്ടുപിടിക്കുക, I ഇൻറ്റു ഈ റെസിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ കറണ്ട് ഡ്യൂ ടു ദ അപ്ലൈഡ് EMF ഈസ് ഫ്ലോയിങ് ത്രൂ ദീസ് 2 സർക്യൂട്ട്സ് ഫോർ എ ടൈം ഓഫ് 5 minutes, വിച്ച് സർക്യൂട്ട് വിൽ പ്രൊഡ്യൂസ് മോർ ഹീറ്റ് എനർജി? എക്സ്പ്ലെയിൻ. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ, ഈ സർക്യൂട്ടിൽ കൂടെ 5 മിനിറ്റ് നേരത്തേക്ക് കറണ്ട് കടത്തിവിടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏതിലായിരിക്കും കൂടുതൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്കറിയാം ഹീറ്റ് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? I² RT അല്ലെങ്കിൽ V²/RT ഏതെങ്കിലും ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഹീറ്റ് എനർജി കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് ഏതിലാണ് കൂടുതൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേപോലെ തന്നെയാണ്, ഞാനത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു, അതെന്താണ്? 10/200 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ഓം ആണെന്ന് തന്നു, കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓൾറെഡി. അപ്പോൾ ഇവിടുത്തെ ഇക്വൽ റെസിസ്റ്റൻസ് എന്താണ്? പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷനാണെങ്കിൽ നമുക്കറിയാം 1/R = 1/R1 + 1/R2 ആണെന്നറിയാം, അല്ലെങ്കിൽ R2 / R1 + R2 ആണെന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 100 × 100 / 100 + 100 10,000/200 വരും. എത്രയാണ് വരിക? നമുക്ക് 50 ഓം എന്ന് വരും. അപ്പോൾ ഇക്വൽ റെസിസ്റ്റൻസ് അതാണ്, 50 ഓം എന്ന് വന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ മാറ്റിയിട്ട് അതിനെ വരയ്ക്കാം. ഒരു 10 വോൾട്ട്, ഒരു 50 ഓം റെസിസ്റ്റൻസ്, ഇങ്ങനെ ആക്കിയിട്ട് വരയ്ക്കാം. അപ്പോൾ ഇതിൽ കൂടുതൽ കറണ്ട് എങ്ങനെ വരും? കറണ്ട് = V/R ആണ്. അപ്പോൾ നമുക്ക് 10/50 എന്ന് എഴുതാം കറണ്ട്. നമുക്ക് ഇവിടെ കിട്ടിയത് കറണ്ട് എത്രയായിരുന്നു? ഇതിൽ കിട്ടിയ കറണ്ട്, ഈ സർക്യൂട്ടിലെ കറണ്ട് 10/200 ആണ്. അത്ര ആംബിയർ ആണ് അവിടെ, 10/50 ആംബിയർ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എത്രയായിരിക്കും? നമുക്കെങ്ങനെ എഴുതാം? ഒന്നില്ലെങ്കിൽ V²/R
R into T എന്ന് എഴുതാം. അപ്പോൾ V എത്രയാണ് തന്നിട്ടുണ്ട്? V നമുക്ക് 10 വോൾട്ട് അറിയാം. അപ്പോൾ 10 into 10 ഇവിടെ എഴുതാം. 10 into 10 into time 5 minute ആണെന്നുണ്ട്. സെക്കൻഡിലാക്കാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 200 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 300 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ജൂൾ കിട്ടി. അതുപോലെ ഇവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മേലേക്ക് എടുത്ത് എഴുതുന്നുണ്ട് H equal to V square by R into T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു 10 into 5 into 60 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്ര കിട്ടി? നമുക്ക് 50 ആണ് കിട്ടി. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 300 into 3000 ഡിവൈഡ് ബൈ 5. 3000 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 ജൂൾ എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒന്നിൽ 150 ജൂളും ഒന്നിൽ 600 ജൂളും. അപ്പോൾ ഏതിലാണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണേ? Q എന്ന് പറഞ്ഞ സർക്യൂട്ടിലാണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ സർക്യൂട്ട് Qയിലാണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഫിഗർ, 19ാമത്തെ ക്വസ്റ്റ്യൻ. ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ B1 ആൻഡ് B2 ആർ ഐഡൻറ്റിക്കൽ ബൾബ്സ്. ആൻഡ് ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ട്. അതിൽ 2 കോയിൽസ് വൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ B1 ആൻഡ് B2 എന്നുള്ള ബൾബ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ബൾബ് വിൽ ഗ്ലോ ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ ആൻസർ B1 എന്നുള്ള ബൾബ് മാത്രമാണ് ഗ്ലോ ചെയ്യുള്ളൂ. കാരണം B1 എന്നുള്ള സർക്യൂട്ടിൽ DC സപ്ലൈ ആണ് 9 വോൾട്ട് കൊടുത്തിരിക്കുന്നത്. DC കൊടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് അതിന് ചുറ്റും ഉണ്ടാവും. പക്ഷേ മറ്റേ അടുത്തുള്ള കോയിലിൽ B2 ബൾബ് കണക്ട് ചെയ്തിട്ടുള്ള കോയിലിൽ EMF ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം ഫ്ലെക്സിലൊന്നും മാറ്റം വരുന്നില്ല. അതുകൊണ്ട് B1 എന്നുള്ള ബൾബ് മാത്രമേ ഗ്ലോ ചെയ്യുള്ളൂ. അതിൽ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് കടന്നു പോകുന്നതുകൊണ്ട് B1 എന്നുള്ള ബൾബ് ഗ്ലോ ചെയ്യും. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ, ഇഫ് ദ ബാറ്ററി ഇൻ ദ സർക്യൂട്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ an AC source of the same voltage, what change can be observed in the working of the bulbs? Explain the reason for this. ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അറിയാത്ത ഒരാൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. അത് DC ആയതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യനിലുള്ള എന്തോ ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൾക്ക് അതിനുള്ള ഐഡിയ കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ അതിനുള്ള ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ആ DC സോഴ്സ് മാറ്റി AC സോഴ്സ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചേഞ്ച് ആയിരിക്കും കാണാൻ കഴിയുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ AC സോഴ്സ് വെച്ച് കഴിഞ്ഞാൽ 2 ബൾബും പ്രകാശിക്കും. അതാണ് അതിൻ്റെ ആൻസർ. അതിനുള്ള കാരണം നമുക്കറിയാം, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ള പ്രതിഭാസമാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് സർക്യൂട്ടിൽ AC വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കോയിലിൽ ലിങ്ക് ചെയ്യണ ഫ്ലക്സിൽ വ്യത്യാസം വരും. അപ്പോൾ ആ കോയിലിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ B2 എന്നുള്ള ബൾബ് പ്രകാശിക്കും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയും. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ് ഓഫ് എ ലെൻസ്. 1 ഒപ്റ്റിക് സെൻറ്റർ. ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെൻസിൻ്റെ സെൻറ്ററാണ്. ലെൻസിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മിഡ് പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ കോൺകേവ് ലെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്താണ്? സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഇമാജിനറി സർക്കിളായിട്ട് നമ്മളിങ്ങനെ പറയുകയാണെങ്കിൽ 2 സൈഡിലേക്ക് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻറ്റർ ഓഫ് കർവേച്ചർ C എന്ന് പറയാം. അപ്പോൾ അതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഇനി പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? കോൺവെക്സ് ലെൻസ് നമുക്കറിയാം, റേസ് പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഒരു പോയിന്റിൽ കൂടെ കടന്നു പോകുന്നതാണ്. ആ പോയിന്റിനെയാണ് നമ്മൾ എന്താ പറയുക? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുക. അതായത് ഇപ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസ് ഇങ്ങനെ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ റേസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് കടന്നു പോകും? റിഫ്രാക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് ഫോക്കസിൽ കൂടെയാണ് കടന്നു പോവുക. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്താ പറയുക? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുക. ഓക്കെ, ഇനി ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ്. ക്വസ്റ്റ്യൻ, ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് ലെൻസ്. ഏത് ലെൻസിൻ്റെ ആയാലും അതിൻ്റെ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരത്തിനാണ് നമ്മൾ എന്താ പറയുക? ഫോക്കൽ ലെങ്ത് എന്ന് പറയുക. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ. മൊത്തത്തിൽ പഠിച്ചൊരു കുട്ടിക്ക് നന്നായി എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ്. ചില ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഒരു ഇത്തിരി ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്.
ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യൻ അത് നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുപോലെ തന്നെ 18ാമത്തെ ക്വസ്റ്റ്യനും കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ബാക്കിയെല്ലാം ഒരുവിധം ഈസിയായ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത ദിവസം തൊട്ട് ബാക്കിയുള്ള 10th ബാക്കിയുള്ള ചാപ്റ്ററുകൾ കവർ ചെയ്യും. അതുകൂടാതെ തന്നെ +1 ക്ലാസ്സുകൾ തുടങ്ങുന്നതായിരിക്കും. അടുത്ത ദിവസം തൊട്ട് നമ്മൾ +1 വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ സബ്ജക്റ്റിലേക്ക് നമ്മൾ കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കെമിസ്ട്രി, മാത്സ് പോലുള്ള വിഷയങ്ങളും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റു കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.